ഹലോ ഗായ്സ്, അങ്ങനെ മലയാറ്റൂർ വള്ളംകളിയുടെ നേർക്കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ തോമാസ് ലീഹയുടെ പാദസ്പർശത്താൽ പരിപാവനമായ മലയാറ്റൂരിൻ്റെ മണ്ണിലേക്ക് ഇതാ വള്ളംകളിയും എത്തിയിരിക്കുകയാണ് ഗൈസ്. ആയിരക്കണക്കിന് ആളുകളാണ് മലയാറ്റൂർ വള്ളംകളി വീക്ഷിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നത്. വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് വള്ളംകളി കാണാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള മലയാറ്റൂരിൽ നിന്നും എങ്കിൽ വള്ളംകളിയോടും ഇതുപോലെയുള്ള കളികളോടും വളരെ ഇഷ്ടവും കലകളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നാടായിട്ടുള്ള മലയാറ്റൂരിൽ നിന്നും നമുക്ക് വള്ളംകളി കാണാനായിട്ട് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം നമ്മുടെ അടുത്തേക്ക് ഞാനൊരു മലയാറ്റൂർക്കാരി ആയതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒരു സമയമാണിത്. കാരണം നക്ഷത്ര തടാകം, എനിക്ക് എൻ്റെ നാടിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം, എൻ്റെ നാട്ടിലാണ് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നക്ഷത്ര തടാകം, ഒമേഗ കാർണിവൽ നടക്കുന്ന കൊച്ചിൻ കാർണിവലൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും എനിക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മളുടെ ഇടയിലേക്ക് ഒരു കാർണിവൽ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതും ഈ മലയാറ്റൂരിൻ്റെ പുണ്യപാവന ഭൂമിയാണ്. അതുപോലെ തന്നെ വള്ളംകളി ഒരുപാട് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും വള്ളംകളി നേരിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം നമുക്ക് ഈ ഒരു വള്ളംകളി കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഒരു മലയാറ്റൂർ വള്ളംകളിയിലൂടെയാണ് അതിന് സാധിച്ചത്. അപ്പം എല്ലാവർക്കും മലയാറ്റൂർ വള്ളംകളി നടന്ന ഇനിയും വരും വർഷങ്ങളിലും ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.